ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പരിസര പഠനത്തിലെ ഹരിതഭൂമി എന്ന പാഠഭാഗത്തിലെ സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും എന്ന ഭാഗമാണ്. സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം അല്ലേ? ഏതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. വേര്, തണ്ട്, ഇല അല്ലേ? അപ്പം സസ്യത്തിന് എന്തിനാണ് ഈ വിവിധ ഭാഗങ്ങൾ? ഓരോ ഭാഗവും ചെടിക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാണോ? പ്രധാനപ്പെട്ടതാണോ? ഇതെല്ലാം അറിയണ്ടേ? നമുക്കൊരു കൊച്ചു പരീക്ഷണത്തിലൂടെ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 15 എല്ലാ കുട്ടികളും ഒന്നെടുത്തേ. അവിടെ കൊടുത്തിട്ടുണ്ട് സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? നമുക്ക് പരീക്ഷണം ഒന്ന് നോക്കാം. 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വയ്ക്കുക. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലുപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ടു ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്തു മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്തു സംഭവിച്ചു? കാരണം എന്തായിരിക്കും? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയതെങ്ങനെ? ഇതിൽ വേരിൻ്റെ പങ്കെന്ത്? കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കൂ. ചിത്രവും വരച്ചു ചേർക്കൂ. കൂട്ടുകാരെല്ലാവരും ഈ പരീക്ഷണം അധ്യാപികയുടെ സഹായത്തോടെ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. ഈ പരീക്ഷണത്തിനായിട്ട് എടുക്കേണ്ട മഷിത്തണ്ട് ചെടി കുട്ടികളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. താഴെ കാണുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് പരീക്ഷണം ചെയ്തു നോക്കൂ. കണ്ടെത്തലുകൾ പരിസര പുസ്തകത്തിൽ കുറിക്കണേ. പരീക്ഷണത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരേ വലിപ്പമുള്ള 3 ഗ്ലാസുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം വേണ്ട. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ കൂടി വേണം. ചെടികൾ 10 മിനിറ്റ് നേരം വെയിലത്ത് വയ്ക്കുക. ചെടികൾ ഓരോന്നായി ഗ്ലാസുകളിൽ ഇറക്കി വയ്ക്കുക. ഗ്ലാസുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ഗ്ലാസ്സിലെ വെള്ളത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്തു മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. കൂട്ടുകാരെ, ഈ പരീക്ഷണം ചെയ്തു നോക്കിയതിൻ്റെ ഒരു പരീക്ഷണക്കുറിപ്പ് താഴെ തന്നിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കിയതിന് ശേഷം നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. സസ്യഭാഗങ്ങളുടെ പ്രാധാന്യം ലഘു പരീക്ഷണം. 3 ഒഴിഞ്ഞ ഗ്ലാസുകളെടുത്ത് ഒന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ചുവപ്പ് മഷി കലർന്ന വെള്ളം അതേ അളവിൽ ഒഴിച്ചു. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തി. മൂന്നാമത്തെ ഗ്ലാസ് ജലമില്ലാതെയും വെച്ചു. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമുള്ള 3 മഷിത്തണ്ടു ചെടികൾ പരിസരത്തു നിന്നു ശേഖരിച്ചു. ആ മഷിത്തണ്ടു ചെടികൾ 10 മിനിറ്റ് നേരം വെയിലത്ത് വെച്ചു. അതിനുശേഷം മഷിത്തണ്ട് ചെടികൾ 3 ഗ്ലാസുകളിലാക്കി ഇറക്കി വെച്ചു. ഗ്ലാസുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ചു. ഏറെ നേരം ഞാൻ നിരീക്ഷിച്ചു. ഒന്നാമത്തെ ഗ്ലാസ്സിലെ വെയിലേറ്റ് വാടിയിരുന്ന മഷിത്തണ്ട് ചെടി വീണ്ടും പഴയ അവസ്ഥയിൽ കാണാൻ കഴിഞ്ഞു. വേര് വെള്ളം വലിച്ചെടുത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയത് കൊണ്ടാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവും അല്പം കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്ലാസ്സിലെ മഷിത്തണ്ട് ചെടിയുടെ തണ്ടുകളെല്ലാം ചുവപ്പ് നിറത്തിൽ കാണാൻ സാധിച്ചു. ചുവന്ന മഷി കലർന്ന വെള്ളമായതിനാൽ അത് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ജലമില്ലാതിരുന്ന മൂന്നാമത്തെ ഗ്ലാസ്സിലെ മഷിത്തണ്ട് ചെടി വാടിക്കരിഞ്ഞതായാണ് കണ്ടത്. ചെടിക്ക് ആവശ്യമായ ജലം വലിച്ചെടുക്കുന്നത് വേരാണെന്നും ചെടിയുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണെന്നും ഈ പരീക്ഷണത്തിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കുട്ടികളെ, നിങ്ങൾക്ക് വേരിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി എന്നെക്കുറിച്ച് പറയാം.
ഞാനില. ചെടിക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. നിങ്ങൾ കാണുന്ന കായ്കളും കിഴങ്ങുകളും ഒക്കെ അങ്ങനെയുള്ളതാണ്. ഇവ ധാരാളം ജീവജാലങ്ങൾ ഭക്ഷണമായി പ്രയോജനപ്പെടുത്തുന്നു. ചെടിയുടെ അടുക്കളയെന്ന് ഇലകളെ വിളിക്കുന്നത് വെറുതെയല്ല. അടുത്തത് വരച്ച് യോജിപ്പിക്കൂ എന്ന പ്രവർത്തനമാണ്. തണ്ട്, ഇല, വേര് അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ നേരെ വരച്ച് യോജിപ്പിക്കുക. അതിൽ തണ്ടിൻ്റെ ധർമ്മം എന്താണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിലെത്തിക്കുക, അല്ലേ? അടുത്തത് ഇലയുടേതോ സസ്യത്തിനാവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. വേരിന് 2 ധർമ്മങ്ങളുണ്ട്. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും വേരാണ്. അതിന് പുറമെ മണ്ണിൽ നിന്ന് സസ്യത്തിനാവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്ന ജോലിയുമാർക്കാണ്? വേരിനാണ്. അടുത്തത് ഇലകളുടെ വൈവിധ്യം എന്ന പ്രവർത്തനമാണ്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ തുമ്പ മാത്രമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആകൃതി നീണ്ടു കൂർത്തതാണ്, മണമുണ്ട്, പച്ച നിറമാണ്. അടുത്തത് നമ്മൾ എഴുതിയത് മാവാണ്, നീണ്ടു കൂർത്ത ഇലയാണ്, മണമുണ്ട്, പച്ച നിറമാണ്. അടുത്തത് മൂന്നാമതായി എഴുതിയത് വാഴയാണ്, വലിപ്പമുള്ളതും നീളമുള്ളതുമായ ഇലകളാണ്, പ്രത്യേക മണമില്ല, പച്ച നിറമാണ്. നാലാമത് പ്ലാവിലയാണ്, ദീർഘവൃത്താകൃതിയിലുള്ളതാണ്, പ്രത്യേക മണമില്ല, പച്ച നിറമാണ്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത് എഴുതി നോക്കൂ. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഇലകളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നിറത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്, വലുപ്പത്തിൽ വൈവിധ്യമുണ്ട്, മണത്തിൽ വൈവിധ്യമുണ്ട്, അതേപോലെ ശിരാവിന്യാസം, അല്ലേ? ഇപ്പം മാവിൻ്റെ ഇലയുടെ ഷേപ്പ് ആവില്ല, അതിലുള്ള ശിരാവിന്യാസം ആവില്ല പ്ലാവിലയുടേത്. അപ്പോൾ ഓരോ ഇലകളും തമ്മിൽ അതിൻ്റെ ശിരാവിന്യാസത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ഇലകളുണ്ട്. അടുത്ത പ്രവർത്തനം, ഇലകൾ പേപ്പറിൻ്റെ അടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കൂ, പാറ്റേണുകൾ നിരീക്ഷിക്കൂ. ഇവിടെ കുറച്ച് ക്രയോൺസ് ഉപയോഗിച്ച് സ്കെച്ച് എടുത്തിട്ടുള്ള ഇലകളുടെ ചിത്രങ്ങളുണ്ട്. നിങ്ങളും ഇതുപോലുള്ള ഇലകൾ പകർപ്പുണ്ടാക്കും. അടുത്തത് ഇല രൂപങ്ങളാണ്. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. ഇവിടെ ഒരുപാട് ജീവികളുടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള രൂപങ്ങൾ നിങ്ങളും ഉണ്ടാക്കി നോട്ട് പുസ്തകത്തിൽ ഒട്ടിക്കൂ. അടുത്ത പൂക്കളിലെ വൈവിധ്യമാണ്. അവിടെ ഒരു തുമ്പപ്പൂ ചെടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 17. പൂ പറിക്കരുതെന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എഴുതൂ. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. ബാക്കിയുള്ളവ നമുക്കിവിടെ കൂട്ടിച്ചേർക്കണം. പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്കളും ഉണ്ടാകുന്നത്. പൂക്കൾ നമുക്ക് സന്തോഷം നൽകുന്നു. മനുഷ്യർ അലങ്കാരത്തിന് പൂക്കൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ബൊക്കെ ഉണ്ടാക്കാനൊക്കെ, അതുപോലെ നമ്മൾ കഴുത്തിലണിയുന്ന ഹാരങ്ങളൊക്കെ എന്താണ്? പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ തലയിൽ ചൂടാനും മുല്ലപ്പൂവൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ പക്ഷികൾ, പ്രാണികൾ, പൂമ്പാറ്റ എന്നിവ പൂക്കളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. മരുന്നായി ചില പൂക്കൾ നാം ഉപയോഗിക്കുന്നു. അതുപോലെ പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനുള്ള സൗകര്യം പൂക്കൾ ഒരുക്കുന്നു. നിങ്ങൾക്കറിയാം, മല്ലിക, സേനിയ, ഇതിലൊക്കെ വിത്ത് ഉണ്ടാവും, അല്ലേ? ആ വിത്ത് പൊട്ടിയിട്ടാണ് എന്താണ് പൂക്കൾ വിരിയുമ്പോൾ ആ വിത്ത് ഉണങ്ങിയിട്ടാണ് എന്ത് ചെയ്യൽ? പുതിയ ചെടികൾ, വിത്ത് വീണിട്ട് പുതിയ ചെടികൾ പൊട്ടിമുളക്കുന്നത്. അപ്പം പുതിയ പൂക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുതിയ തരം ചെടികൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് പൂക്കൾ പലവിധം. ഇവിടെ ഒരുപാട് പൂക്കള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് പൂവാണെന്ന് അതിൻ്റെ തൊട്ട് താഴെ എഴുതി ചേർക്കുക. അടുത്തത് പൂക്കാത്ത സസ്യങ്ങളും എന്ന പ്രവർത്തനമാണ്. ഇവിടെ 4 തരം ചെടികൾ കൊടുത്തിട്ടുണ്ട്. ഇതേതാണ് ഈ ചെടികളെന്ന് തൊട്ട് താഴെ എഴുതി ചേർക്കുക. ഇവിടെ പന്നച്ചെടി, ക്രിസ്മസ് ട്രീ, മോസ്, മതിൽ പച്ച, ഈന്ത് എന്നീ 4 സസ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയൂ. എല്ലാ ചെടികളും പൂക്കുന്നില്ല. ഈ തന്നിട്ടുള്ള 4 സസ്യങ്ങളും പൂക്കാത്തതാണ്. ഇതുപോലെ ഒരുപാട് പൂക്കാത്ത സസ്യങ്ങളുണ്ട്. അവ അന്വേഷിച്ചറിഞ്ഞ് പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല.
അടുത്ത തൊട്ട് താഴെ ചിത്രം കൊടുത്തിട്ടുള്ളത് കള്ളിമുൾച്ചെടിയുടെ ചിത്രമാണ്. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകത? കള്ളിമുൾച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അധികവും ഇത് കാണുന്നത് മരുഭൂമി പ്രദേശങ്ങളിലാണ്. കാരണം ഇതിൽ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട്. തണ്ടിലകളെ പോലെ രൂപപ്പെട്ടിരിക്കുന്ന ചെടി കണ്ടിട്ടുണ്ടോ? ജലം കുറവുള്ള പ്രദേശങ്ങളിലും ഈ ചെടിക്ക് വളരാൻ കഴിയും. ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു. അടുത്തത് നീലക്കുറിഞ്ഞി അല്ലേ? നീലക്കുറിഞ്ഞി എവിടെയാണ് കാണപ്പെടുന്നത്? നീലഗിരി കുന്നുകളിൽ അല്ലേ? മൂന്നാറിലുള്ള നീലഗിരി കുന്നുകളിൽ നീലക്കുറിഞ്ഞി കാണുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണിത്. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. അടുത്ത പേജ് നമ്പർ നോക്കിക്കേ, പേജ് 19. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം അവിടെ തന്നിട്ടുണ്ട് അല്ലേ? അവിടെ അണ്ണാനുണ്ട്, അതുപോലെ കുരങ്ങനുണ്ട്, പക്ഷികളുണ്ട് അല്ലേ? അതുപോലെ സസ്യത്തിൻ്റെ ചുവട്ടിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ മുയൽ പുല്ല് തിന്നുന്നുണ്ട്. പിന്നെ ഒരു പക്ഷി മരത്തിലിരിക്കുന്നുണ്ട്. കുരങ്ങനുണ്ട്. അതുപോലെ പശു അവിടെ പുല്ല് തിന്നുന്നുണ്ട് അല്ലേ? അതുപോലെ മുയലുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് ചുറ്റും ചെറുതും വലുതുമായി എത്ര സസ്യങ്ങളാണല്ലേ? സസ്യങ്ങൾ കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും സസ്യങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? തണൽ നൽകുന്നു, പക്ഷികൾ, ചെറുജീവികൾ തുടങ്ങിയവയ്ക്ക് വാസസ്ഥലം നൽകുന്നു, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിനായി ഇലകൾ, കായകൾ തുടങ്ങിയവ ലഭിക്കുന്നു, ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായിക്കുന്നു, പല സസ്യഭാഗങ്ങളും മരുന്നായി ഉപയോഗിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. ഇത്രയേറെ പ്രയോജനങ്ങളുള്ള സസ്യങ്ങളെ സംരക്ഷിക്കേണ്ട കൂട്ടുകാരെ, ധാരാളം സസ്യങ്ങൾ നട്ടുവളർത്തി അവയെ സംരക്ഷിക്കാം. ഈ ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്താം. മറക്കല്ലേ, അത് നമ്മുടെ കടമയാണ്. അടുത്തത് വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. അവിടെ താഴെ 3 സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എഴുതി ചേർക്കുക. അടുത്തത് പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. 3 പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ആ പൂക്കൾക്ക് യോജിച്ച നിറം നൽകി മനോഹരമാക്കുക. അടുത്ത പ്രവർത്തനം, ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ ഏതൊക്കെയാണ്, പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ ഏതൊക്കെയാണ്, അത് കണ്ടുപിടിച്ചിട്ട് പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത പ്രവർത്തനം, നിങ്ങൾ നട്ടുവളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നുവെന്ന് പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കുക. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. കുട്ടികളത് സ്വയം ചെയ്ത് ഹരിതക്കാട് നിർമ്മിക്കുക. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗവുമായി നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.